എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കെങ്ങനെ മിക്സർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. പല രീതിയിൽ നമ്മൾ മിക്സർ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇത് വളരെ ഈസിയായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഞാൻ 250 ml കപ്പിലാണ് ഇവിടെ കടലമാവ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇടിയപ്പം അപ്പമൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ മാവിനെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇടിയപ്പത്തിന് മാവ് കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തി വേണം ഇതിനെ മിക്സ് ചെയ്തെടുക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് വെള്ളം കൂടിയതുപോലെ ആവും കേട്ടോ. അതുകൊണ്ട് വെള്ളം നോക്കി മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. കയ്യിലൊക്കെ ഒട്ടുന്ന ചെറിയൊരു പരുവം, ആ ഒരു പരുവത്തി വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനെടുത്ത 1/2 കപ്പ് വെള്ളം ബാക്കി അധികമുണ്ട്. നമ്മുടെ കയ്യിൽ ഒട്ടുന്നു എന്ന് കാണുവാണെങ്കിൽ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ മാവിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം രണ്ടായിട്ട്. ഒന്ന് പറഞ്ഞാൽ 1/4 ഭാഗമായിട്ടും 1/4 ഭാഗമായിട്ടും വേണം ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ അങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴി ഉണ്ടല്ലോ, അതിൽ കൂടിയാണ് നമ്മളിതിനെ പീച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സേവനാഴി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ അച്ചുണ്ടല്ലോ, ആ അച്ചിൽ കൂടെയാണ് നമ്മളിതിനെ പീച്ചെടുക്കുന്നത്. ഈ അച്ചാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ 1/4 ഭാഗം എടുത്ത മാവുണ്ടല്ലോ, അതങ്ങ് ഈ സേവനാഴിയിലോട്ട് വെച്ച് കൊടുത്ത് നമുക്കിതിനെ അടച്ചു കൊടുക്കാം. ബാക്കി നമ്മൾ മാറ്റി വെച്ച 1/4 ഭാഗം മാവുണ്ടല്ലോ, അതിലോട്ട് ഈ നമ്മളെടുത്ത് വെച്ചിട്ട് വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനൊന്ന് ലൂസാക്കി എടുക്കണം. നമ്മളിതിനെ ബൂന്തി പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിൽ നമുക്കിതിനെ ഒന്ന് ലൂസാക്കി എടുക്കാം. മാവ് ഇവിടെ ഞാൻ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തി വേണം വേണ്ടത്. ഇതിന് ഞാനൊരു മെഷർമെൻറ്റ് കപ്പിലോട്ട് ഒഴിച്ച് കൊടുത്തു. നിങ്ങളൊരു ഗ്ലാസ്സിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക എളുപ്പമാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എടുക്കുക. എൻ്റെ പുറംതൊലി ഉണ്ടല്ലോ, അതങ്ങ് കളയുക. എൻ്റെ അകത്തെ തൊലി കളയേണ്ട ആവശ്യമില്ല. അകത്തെ തൊലിയോട് കൂടി തന്നെ നമുക്കിതിനെ ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ ഇവിടെ 7 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ആ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ, എത്രയാണെന്ന് വെച്ചാൽ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. വെളുത്തുള്ളി ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്ത് വെക്കണം. കറിവേപ്പിലയിൽ ഒട്ടും വെള്ളമയം കാണല്ലേ, നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ പൊട്ടിത്തെറിക്കുമേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കപ്പലണ്ടിയാണ്. ഞാൻ 1/2 കപ്പ് കപ്പലണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ പച്ചക്കപ്പലണ്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതങ്ങ് മാറ്റി വെക്കാം. അതുപോലെ ഞാൻ ഇവിടെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പൊട്ടുകടല 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കപ്പലണ്ടിയും പൊട്ടുകടലയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതിലുള്ള കറിവേപ്പില ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഇതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എണ്ണയിലോട്ട് ഇതിൻ്റെ ഫ്ലേവർ അങ്ങ് നല്ലതായിട്ട് ഇറങ്ങും. പിന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിലോട്ട് ഇതിൻ്റെ ഫ്ലേവർ പിടിക്കും കേട്ടോ. അതുകൊണ്ട് ആദ്യം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിവിടെ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ അങ്ങ് കോരി മാറ്റാം. അടുത്തതായിട്ട് സേവനാഴിയിൽ നിറച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് നമുക്ക് എണ്ണയിലോട്ട് പീച്ചിട്ട് കൊടുക്കാം. കുറേശ്ശെ പീച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് തീ മീഡിയത്തിലിട്ട് കൊടുക്കണേ. എന്നിട്ട് അന്നേരം തന്നെ ഇത് ഇളക്കിയിട്ട് കൊടുക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ തിരിച്ച് മറിച്ചും തീ കുറച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. തീ കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ ഇത് ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. അങ്ങനെ 4-5 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്ന മാവ് നമുക്കിതിൽ കിട്ടിയിരുന്നു കേട്ടോ. സേവനാഴിയിലുണ്ടായിരുന്ന മാവെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പൊട്ടിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. ഇത് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, ഇതുകൊണ്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി മാവ് കട്ടിയായി പോവുകയാണെങ്കിൽ ശകലം വെള്ളം കൂടെ ഒഴിച്ച് നിങ്ങളൊന്ന് ലൂസാക്കി എടുക്കണേ. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണേ. ഇതുപോലെ ഒരു കിരുത്ത തവി എടുക്കുക. എന്നിട്ട് എണ്ണയുടെ മുകളിൽ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് മറ്റേ കയ്യിൽ ആ മാവിൻ്റെ പാത്രം എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തവി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. അന്നേരം ബൂന്തിയായിട്ട് വരും. ഒത്തിരി കുത്തിക്കൊള്ളിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. തീ മീഡിയത്തിലിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് വരണം. അല്ലാതെ ലഡു ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി ക്രിസ്പി അല്ലാതെ സോഫ്റ്റായിട്ട് വരരുത്, അന്നേരം അത് കൊള്ളത്തില്ല. അപ്പോൾ തീ കുറച്ചിട്ട് നല്ലതായിട്ട് ഇതിനെ ക്രിസ്പി ആയി കഴിയുമ്പം ഇതിനെ കോരി മാറ്റാവുന്നതാണ്.
അടുത്തയായിട്ട് നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. കപ്പലണ്ടി എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. കപ്പലണ്ടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഈ സമയത്ത് എണ്ണയിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കപ്പലണ്ടിക്ക് ആവശ്യമുള്ള ഉപ്പ് കപ്പലണ്ടി അങ്ങ് വലിച്ചെടുത്തോളും കേട്ടോ. എന്നിട്ട് ഇതിനെ തീ മീഡിയത്തിലിട്ട് കൊടുത്തങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇതിൽ കപ്പലണ്ടിയുടെ നല്ലൊരു മണം വരും. അതുപോലെ ഇത് പൊട്ടാൻ തുടങ്ങും. അന്നിട്ടാണ് ഫ്രൈ വരുന്നത്. കളറൊക്കെ മാറി നമുക്ക് എൻ്റെ കളർ കാണുമ്പോൾ അറിയാമല്ലോ, ഈ ഒരു കളർ വരണം, കരിഞ്ഞു പോകരുത് കേട്ടോ. ആ സമയമാകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം. ഇനി നമുക്ക് പൊട്ടുകടലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പൊട്ടുകടല ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ മാറി വരും. തീ കുറച്ച് വെക്കുക. കളർ മാറുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിനെ അങ്ങ് കോരി മാറ്റാം. എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റിൽമുളകൊക്കെ ഇതിലോട്ട് വറുത്തിടണമെന്നുണ്ടെങ്കിൽ പറ്റിൽമുളകൊക്കെ വറുത്തിടാം കേട്ടോ. അപ്പോൾ ഞാനതൊന്നും വറുത്തിട്ടിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മിക്സറിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചിലർക്ക് എരിവ് അധികം വേണ്ട, ചിലർക്ക് നല്ല എരിവ് വേണം. അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ത് എളുപ്പത്തിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഈ മിക്സ്ചറെന്ന്. നിങ്ങൾക്ക് എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ നാട്ടിലൊക്കെ മഴയല്ലേ, അതുപോലെ ഇവിടെ ഗൾഫിലൊക്കെയാണ്, മക്കൾക്ക് സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന ടൈമാണ്. നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി വീട്ടിൽ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നേക്കാളും സത്യത്തിൽ ടേസ്റ്റ് തോന്നിക്കുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഈ മിക്സ്ചർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.